ഹേ ഗൈസ്, ഞാൻ ഇന്ന് നമ്മുടെ ടാറ്റ പഞ്ച് EV 2026 എംപവേർഡ് മോഡലിൻ്റെ കുറച്ച് ഡിഫക്ട്സ് അല്ലെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ ഇമ്പ്രൂവ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു എന്ന് ഉള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് റിവ്യൂ ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഞാനിത് 2 മാസം ഓടിച്ചു, അതിൽ 3000 കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയിട്ടുണ്ട് ഈ വണ്ടി. അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ ഈ ചാർജിങ് പോയിന്റിലാണ്. ഇതിൽ നമ്മൾ ചാർജിങ് ഗൺ കണക്ട് ചെയ്തിട്ട് നമ്മൾ ചാർജ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഊരിയൊക്കെ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് വരത്തില്ല. അത് ഇറ്റ് ഈസ് ഒരു സേഫ്റ്റി ഫീച്ചർ ആയിട്ടാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. കാരണം അത് ലോക്കായിരുന്നില്ലെങ്കിൽ ആൾക്കാർ എവിടെയെങ്കിലും ചാർജ് ചെയ്യാൻ വേണ്ടി കുത്തിയിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഹോം ചാർജറൊക്കെ അടിച്ചോട്ട് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിനകത്തൊരു ബട്ടൺ ഉണ്ട്, അവിടെ ഒരു ബട്ടൺ ഉണ്ട്. നമ്മുടെ ചാർജിങ് ലിഡ് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചാർജിങ് ഗണ്ണിൻ്റെ ഒരു പടമുള്ള ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ നമ്മൾ ഇപ്പോൾ കാണാം. ആ ബട്ടൺ നമ്മൾ അമക്കി കഴിഞ്ഞാൽ നോർമൽ കേസിൽ സാധനം ഊരി വരേണ്ടതാണ്. പക്ഷേ ഫോർ സം റീസൺ അത് ഊരി വരാറില്ല ഒരിക്കലും. ഓക്കെ, സോ അതായിരുന്നു ഞാൻ ഫസ്റ്റ് ഫേസ് ചെയ്തൊരു ഇഷ്യൂ. ബട്ട് ഒരു 3-4 വട്ടം അമക്കുമ്പോഴത്തേക്കും ആ സാധനം ഊരി വരികയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു മെയിൻ ഇഷ്യൂ ആണ് ഞാൻ ഇവിടെ മെയിനായിട്ട് ഇതിൽ ഫേസ് ചെയ്തത്, ചാർജിങ് പോയിന്റിനെ പറ്റി. രണ്ടാമത് ഫേസ് ചെയ്ത ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വൈപ്പർ ബ്ലേഡ്സ്. ഇതൊരു ക്ലീൻ വൈപ്പ് എനിക്ക് മഴയത്തൊന്നും തരുന്നില്ല. നമ്മൾ വൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഫിനിഷ് ഇല്ലാത്ത രീതിയിലാണ് വൈപ്പ് ആവുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് നമുക്ക് ഡിഫക്റ്റീവ് ആയിട്ടുള്ള വൈപ്പർ തന്നതുകൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതുകൊണ്ടല്ല. എൻ്റെ ഇതേ സെയിം വണ്ടി എൻ്റെ ഓഫീസിൽ 3 പേർക്കുണ്ട്. അതിൽ 2 പേർക്ക് ഇതേ സെയിം ഇഷ്യൂ ഫേസ് ചെയ്യുന്നുമുണ്ട്. മറ്റേയാളുടെ അടുത്ത് ഞാൻ ചോദിച്ചില്ല അതിനെപ്പറ്റി. അപ്പോൾ എന്തായാലും ആ 2 പേർക്ക് ഇഷ്യൂ ഫേസ് ചെയ്യുന്ന വെച്ച് നമുക്ക് മനസ്സിലാവും ഇതെല്ലാ ടാറ്റയുടെ വണ്ടിക്കുള്ള ഇഷ്യൂ ആവാനാണ് ചാൻസ്. അവരൊരു ക്വാളിറ്റി കുറഞ്ഞ വൈപ്പർ ബ്ലേഡ്സ് തന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യേണ്ടി വന്നത്. മേ ബി വൈപ്പർ ബ്ലേഡ് മാറ്റിക്കഴിഞ്ഞാൽ അത് ശരിയാവേണ്ടതാണ്. അപ്പോൾ അതാണ് എൻ്റെ രണ്ടാമത്തെ മെയിനായിട്ടുള്ളൊരു ഇഷ്യൂ. പ്രത്യേകിച്ച് മഴക്കാലമാണ്. ഇപ്പോഴും മഴയത്ത് ഞാൻ വണ്ടി ഓടിച്ചിട്ട് വന്നതേ ഉള്ളൂ. ചിക്കൻ ചെയ്ത വണ്ടിയെല്ലാം മൊത്തത്തിൽ നനഞ്ഞിരിക്കുകയാണ്. റിയർ വൈപ്പറിലായാലും അതേ സെയിം ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലൊരു വൈപ്പ് നമുക്ക് കിട്ടുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ലൈക്ക് ഈ ഭാഗത്ത് നടുക്കൊരു ഗ്യാപ്പ്, മേളിൽ കൂടെ വൈപ്പായി പോകുന്നു. അങ്ങനത്തെ ഒരു രീതിയിലൊക്കെയാണ് ഇതിൽ വൈപ്പിങ് ചില സമയത്ത് നടക്കാറ്. പിന്നെ വന്നൊരു മൂന്നാമത്തെ ഞാൻ ഫേസ് ചെയ്ത ഇഷ്യൂ ആണ് നമ്മുടെ ഈ റൊട്ടേറ്റിംഗ് ഡയൽ. ഞാൻ ലൈറ്റ് ഇട്ട് കാണിക്കാം. ഈ സാധനം, ഈ റൊട്ടേറ്റിംഗ് ഡയൽ, ഈ ഡയൽ എന്ന് പറയുന്ന സാധനം സത്യം പറഞ്ഞാൽ ഒരു പ്രശ്നക്കാരനാണ്. നമ്മൾ പെട്ടെന്നൊരു ദിവസം വണ്ടിയൊക്കെ എടുത്ത് ട്രാഫിക്കിൽ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് വളച്ചെടുത്ത് റിവേഴ്സ് എടുത്ത് പെട്ടെന്ന് യൂ ടേൺ ഒക്കെ എടുത്ത് പോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ് ഈ വണ്ടി കൊണ്ട്. കാരണം നമുക്കിത് കറക്റ്റായിട്ട് ഗിയർ വീഴണമെങ്കിൽ നമ്മൾ ബ്രേക്കൊക്കെ ചവിട്ടി നല്ല രീതിയിൽ ചവിട്ടി കറക്കിയില്ലെങ്കിൽ, ആ നോബ് കറക്കിയില്ലെങ്കിൽ വണ്ടി ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഡ്രൈവിൽ ഇട്ടുവെന്ന്, പക്ഷേ വണ്ടി ചിലപ്പോൾ ഇപ്പോഴും റിവേഴ്സിലായിരിക്കും കിടക്കുന്നത്. അങ്ങനെ ഒരുപാട് വട്ടം എനിക്ക് പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. നമ്മൾ ഡ്രൈവിലാണെന്ന് വെച്ചിട്ട് ചവിട്ടുമ്പോഴത്തേക്കും വണ്ടി ചിലപ്പോൾ ബാക്കിലോട്ട് പോകും. അപ്പോൾ റിവേഴ്സിലായിരിക്കും കിടക്കുന്നത്. അത് വണ്ടിയുടെ കുഴപ്പമല്ല, നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചിട്ടൊക്കെ എടുക്കേണ്ട ഒരു വണ്ടി ആയിട്ടാണ് എനിക്കിത് തോന്നിയത്. അതുള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്നൊക്കെ എടുത്തുകൊണ്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, ആക്സിഡൻറ്റ്സ് പറ്റാൻ ചാൻസ് ഉണ്ട്. മേ ബി ടാറ്റയ്ക്ക് അത് സിമ്പിളായിട്ട് ഫിക്സ് ചെയ്യാമായിരുന്നു. നോർമൽ ഒരു ഓട്ടോമാറ്റിക് വണ്ടിയിലൊക്കെ കൊടുക്കുന്ന പോലത്തെ ഒരു ഗിയറിൽ ഇവിടെ കൊടുത്തിരുന്നെങ്കിൽ അത് ഫിക്സായി പോകുമായിരുന്നു. ഞാൻ കണ്ടിട്ടുമുണ്ട് വേറെ കമ്പനിക്കാർ നമ്മുടെ BE6 കൊടുത്തിരിക്കുന്ന പോലത്തെ ഒരു ഗിയർ ലിവർ വല്ലതും കൊടുത്തിരുന്നെങ്കിൽ വണ്ടി നല്ല രീതിയിൽ അത് പോകുമായിരുന്നു. പക്ഷേ ടാറ്റ ഈ റൊട്ടേറ്റിംഗ് നോബ് വെച്ചിട്ട് കുറേ കാലമായിട്ട് പല വണ്ടിയിലും ഞാൻ ഇത് കാണുന്നുണ്ട്. പഴയ ടാറ്റയിലും ഇത് തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ നെക്സോണിലൊക്കെ പോയി കഴിഞ്ഞാൽ വേറൊരു ലിവർ പോലത്തെ സാധനം കാണും. അത് ഇതിലും കോമഡി സാധനമാണ്. അതും ഇതേപോലെ തന്നെയാണ്, ഗിയർ വീഴത്തൊന്നുമില്ല. നല്ല രീതിയിൽ ബ്രേക്ക് ചവിട്ടിയില്ലെങ്കിൽ പെട്ടെന്നൊക്കെ എടുത്ത് റിവേഴ്സ് എടുത്ത് ഫ്രണ്ടിലോട്ട് പോകണമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അത് നടക്കാത്തൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അത് രണ്ടുമാണ് മെയിനായിട്ടൊരു, ഇപ്പോൾ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഡിഫക്ട്സ് ആയിട്ട്. ഇനി 4-മത്തെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, അതൊരു ഇഷ്യൂ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, റിയർ സീറ്റിലിരിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രശ്നം. ഈ ബാക്ക് സീറ്റിലിരിക്കുന്ന ആൾക്കാർക്ക് എൻ്റെ വണ്ടിയിൽ കയറിയ ഒരു 3-4 പേർക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി വന്നായിരുന്നു അത്യാവശ്യം കുറേ ദൂരം പോയതിന് ശേഷം. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി എൻ്റെ വണ്ടി ഓട്ടിപ്പിൻ്റെ പ്രശ്നമാണോ അതോ ബോഡി റോൾ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
ബാക്കിലിരിക്കുന്ന 2-3 പേർക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി വന്നു, വയ്യായികയായി. അങ്ങനെ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ബാക്കിലിരുന്നവർക്ക് ഫേസ് ചെയ്തു. മേ ബി ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലായതുകൊണ്ടും കുറച്ച് ഹൈറ്റ് കൂടുതലായതുകൊണ്ടും ബോഡി റോൾസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ അത്യാവശ്യം ഫാസ്റ്റിലൊക്കെയാണ് ഹൈവേസിലൊക്കെ ഒക്കെ ഓട്ടിക്കുന്നത്. അപ്പം ആ ഒരു ഒലച്ചിൽ കാരണം അവർക്ക് വന്ന പ്രശ്നമാവാനാണ് ചാൻസസ്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഈ വണ്ടിയിൽ മെയിനായിട്ട് ഇഷ്യൂസായിട്ട് പറയാനായിട്ടുള്ളത്. ആദ്യം പറഞ്ഞ 3 ഇഷ്യൂസ് നമുക്ക് ടാറ്റയ്ക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒന്നാമത്തത് ആ ചാർജിങ് ഗൺ ഊരിയെടുക്കുന്നതിൻ്റെ സമയത്തുള്ള ഒരു ഡിലേ. അതൊക്കെ ഇത്രയും രൂപ കൊടുത്ത് വാങ്ങിച്ച വണ്ടിയിൽ ഇങ്ങനത്തെ ക്വർക്സ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ടാറ്റയ്ക്ക് വേണമെങ്കിൽ ഫിക്സ് ചെയ്യാം. നല്ലൊരു ബട്ടണൊക്കെ അകത്ത് സെറ്റ് ചെയ്ത് നമുക്ക് ആ ഒരു ഫീഡ്ബാക്ക് പോലും കിട്ടുന്നില്ല. ഞാനിപ്പോൾ ആ ചാർജിങ് ഗ്രിഡിൻ്റെ ആ ലൈറ്റുള്ള ആ ലൈറ്റിനകത്ത് കാണാമല്ലോ ചാർജിങ് പോയിന്റിൻ്റെ ആ ചാർജിങ് ഗണ്ണിൻ്റെ അവിടുത്തെ ആ ബട്ടണിൽ ഞാനിപ്പോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ലൈറ്റ് പോലും കത്തത്തില്ല. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ചാർജിങ് ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടണുണ്ട്. അതിൽ ഞാൻ അമക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് ഓപ്പൺ ആവുന്നത് കാണാം. അത് ഓറഞ്ച് കളർ ലൈറ്റിലോട്ട് മാറുന്നതും കാണാം. അപ്പോൾ മറ്റേതിൽ അമക്കുമ്പോൾ ഒരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടാറില്ല. അത് ഓപ്പൺ ആണോ, ഊരി വന്നോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പറ്റത്തില്ല. വെറുതെ നമുക്ക് അതിൽ അമക്കിയിട്ട് ഒന്ന് വീണ്ടും വലിച്ചു നോക്കാം. വന്നാൽ വന്നു, വന്നില്ലെങ്കിൽ വീണ്ടും പോയി അമക്കിയിട്ട് വീണ്ടും വലിക്കാം. അപ്പോൾ അതൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് മെയിനായിട്ട് ഫീൽ ചെയ്തു. പിന്നെ വൈപ്പർ ബ്ലേഡ്സ് നമുക്ക് മാറ്റിയിട്ട് നോക്കിയിട്ട് ഇനി ഗ്ലാസിൻ്റെ എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് കൊണ്ടുവന്നതാണോ എന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നു ആ വൈപ്പർ ബ്ലേഡ്സ് മാറ്റുമ്പോൾ ഇത് സോർട്ടഡ് ആവും. പിന്നെ ഡയലിൻ്റെ കാര്യം ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അടുത്ത വേരിയന്റിൽ വല്ലതും അവർ മാറ്റുന്നെങ്കിലേ ഉള്ളൂ. പക്ഷെ അത് വലിയ പ്രശ്നമില്ല. നമുക്കൊരു സമാധാനത്തിൽ ഓട്ടിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല. നമ്മൾ ടെൻഷനൊക്കെ പിടിച്ച് പെട്ടെന്ന് റിവേഴ്സ് എടുത്ത് ഫ്രണ്ട് എടുത്ത് പോകുമ്പോഴൊക്കെയാണ് അതൊരു മെയിൻ ഇഷ്യൂ ആയിട്ട് എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ളത്. ടെൻഷനൊന്നും ഇല്ലാതെ സമാധാനത്തിൽ ഓട്ടിക്കുകയാണെങ്കിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല അത് വെച്ചിട്ട്. പിന്നെ ബാക്ക് സീറ്റിൻ്റെ കാര്യം അതിന് വേറെ വണ്ടിയിലിരിക്കുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചു നോക്കണം എങ്ങനെയാണ് വേറെ ടാറ്റ പഞ്ചിലുള്ള ആൾക്കാരൊക്കെ ഇത് ഓട്ടിച്ചതെന്ന്. അവരുടെ ബാക്ക് സീറ്റിൽ ഇരുന്ന പാസഞ്ചേഴ്സിന് ഇത് ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടോ നമുക്ക് ചെക്ക് ചെയ്താൽ മാത്രമേ അതറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഓവറോൾ ഞാൻ വണ്ടിയായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. എൻ്റെ യൂസ് കേസിന് ഈ വണ്ടി പെർഫെക്റ്റ് ആണ്. എനിക്ക് സിറ്റി മൊത്തം കറങ്ങിയടിച്ച് രാത്രി നടക്കാനും ഓഫീസിലേക്ക് പോകാനും വലിയ ചിലവില്ലാതെ കൊണ്ട് നടക്കാൻ പറ്റിയൊരു വണ്ടിയായിട്ടാണ് തോന്നിയത്. ആ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ കുറച്ച് ചിലവായിട്ടുള്ളത്. ബാക്കി പുറത്തുനിന്ന് ഞാൻ ചാർജ് ചെയ്ത് യൂസ് ചെയ്താൽ പോലും എനിക്കൊരു പെട്രോൾ വണ്ടിയുടെ അത്ര ചിലവ് ഇത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ബൈക്കിൽ പെട്രോൾ അടിക്കുന്ന ആ ഒരു ചിലവേ എനിക്ക് വരുന്നുള്ളൂ ഇതിനകത്ത്, പുറത്തുനിന്ന് ചാർജ് ചെയ്താൽ പോലും. ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്താൽ അതിൽ നിന്ന് നമുക്ക് ലാഭം കിട്ടും. സോളാർ ഉണ്ടെങ്കിൽ അതിൻ്റെ 2 ഇരട്ടി ലാഭം കിട്ടും. അപ്പോൾ എങ്ങനെ നോക്കിയാലും റണ്ണിങ് കോസ്റ്റ് ഈസ് വെരി ലോ കമ്പയർഡ് ടു അതർ പെട്രോൾ ഡീസൽ വണ്ടീസ്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ള മെയിനായിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ യു ക്യാൻ ഡ്രോപ്പ് എ കമൻറ്റ്. എന്നിട്ട് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു, ഒരുപാട് പേര് എന്നെ ഫോൺ വിളിച്ച് ചോദിച്ചു വണ്ടീനെ പറ്റി. വണ്ടി എങ്ങനെയുണ്ട്, റിലയബിൾ ആണോ എന്ന് ചോദിച്ചാൽ. റിലയബിൾ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇതുവരെ വേറെ ടെക്നിക്കലി വേറെ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല, വരാതിരിക്കട്ടെ. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡ് സൈഡ് അസിസ്റ്റൻസ് വിളിക്കാന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല ഇതിനകത്ത്. ബോണറ്റ് തുറന്ന് നോക്കിയിട്ട് പ്രത്യേകിച്ചൊന്നും നമുക്ക് ചെയ്യാനില്ല. അതിനകത്ത് കുറേ വയറും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല, സർവീസ് സെൻറ്ററിൽ വിളിക്കുക എന്നുള്ളതല്ലാതെ. അത് എല്ലാ ഇലക്ട്രിക് വണ്ടിക്കും അത് തന്നെ ആയിരിക്കും ഇഷ്യൂ. വേറെ സാധാ വർക്ക്ഷോപ്പിലൊന്നും കൊണ്ടുപോയിട്ടൊന്നും കാര്യമില്ല. കൊണ്ടുപോയാൽ വാറണ്ടി കട്ടാവും. അവരെന്തെങ്കിലും പിടിച്ച് വലിച്ച് പൊട്ടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വാറണ്ടി കട്ടാവും. അതും കൂടെ ആലോചിക്കാം. അപ്പം മാക്സിമം നമ്മൾ സർവീസ് സെൻറ്ററിൽ തന്നെ എല്ലാം ചെയ്ത് സെറ്റാക്കാൻ നോക്കുക, ഇലക്ട്രിക്കൽ കമ്പോണൻസ് ഒക്കെ ആണെങ്കിൽ. കാരണം ഇത് എവിടത്തെ മിസ്റ്റേക്ക് ആണെന്ന് കണ്ടുപിടിക്കാൻ തന്നെ നമുക്ക് സ്പെഷ്യൽ ടൂൾസൊക്കെ വേണ്ടി വരും. നമുക്ക് നമ്മുടെ സാധാ വർക്ക്ഷോപ്പിലൊന്നും കാണാനുള്ള ചാൻസസ് ഇല്ല. അതൊരു ബിഗ് പ്രോബ്ലമായിട്ട് ഞാൻ കാണുന്നു. പക്ഷേ ഇതായിരിക്കുമല്ലോ ഫ്യൂച്ചർ ഇനി തൊട്ട്. എല്ലാത്തിലും സെൻസേഴ്സും ആക്ടിവേറ്റേഴ്സും ഒക്കെ ആയിരിക്കും ഇനിയുള്ള വണ്ടിയിലും. ഇപ്പോഴുള്ള വണ്ടിയിലെല്ലാം അതാണ്. പക്ഷേ ഇനിയുള്ള വരാൻ പോകുന്നതിലും അതിനേക്കാളും കൂടുതലായിരിക്കും. ADAS ഒക്കെ ഉള്ള വണ്ടിയിലാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. അതേപോലെ പല പല ഫീച്ചേഴ്സ് ആഡ് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ടെക്നോളജി അതിൽ കൂടുതലായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യും. അതൊക്കെ ശരിയാക്കാനായിട്ട് അഡ്വാൻസ് ആയിട്ടുള്ള സർവീസ് സെൻറ്റേഴ്സൊക്കെ വേണ്ടി വരും. അത് ഇലക്ട്രിക് വണ്ടിയുടെ കൂടെ വരുന്ന കുറച്ച് കാര്യങ്ങൾ. ഇലക്ട്രിക് വണ്ടിയല്ല, ഇനി ഹൈബ്രിഡ് വന്നാലും എല്ലാത്തിലും അതൊക്കെ തന്നെ ആയിരിക്കും പ്രശ്നം. നോർമൽ വർക്ക്ഷോപ്സിലൊന്നും കൊണ്ടുവന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആകെ ടയർ ശരിയാക്കാം, കോസ്മെറ്റിക്കലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ശരിയാക്കാം, അതൊക്കെ പറ്റത്തുള്ളൂ.
അപ്പോൾ ഗൈസ് ഇതാണ് വണ്ടി. വേറെ ഇതുവരെ പ്രശ്നമൊന്നുമില്ല. 3000 കിലോമീറ്റേഴ്സ് അടുപ്പിച്ചാൽ വേറെ പ്രശ്നമൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പം എടുക്കാൻ താല്പര്യപ്പെട്ടിരിക്കുന്നവർ ധൈര്യമായിട്ട് എടുക്കുക. നല്ല വണ്ടിയാണ്. സിറ്റിക്കകത്ത് സുഖമായി കൊണ്ട് നടക്കാൻ ഒരുപാട് പേര് ഇത് വാങ്ങിക്കുന്നുണ്ട്. ഞാനിത് ഒരുപാട് കാണുന്നുണ്ട് വണ്ടി. അപ്പോൾ പാർട്സൊക്കെ ഇനി കൂടുതലായിട്ട് അവൈലബിൾ ആയി വരും. എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ പാർട്സൊക്കെ ടാറ്റക്കാർ ബുദ്ധിയുണ്ടെങ്കിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കും. കാരണം ഇത്രയും വണ്ടി സെയിലായ സ്ഥിതിക്ക് ആൾക്കാർക്ക് പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ആക്സിഡൻറ്റ്സ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പാർട്സിൻ്റെ ആവശ്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ ടാറ്റ അതിനനുസരിച്ച് പാർട്സൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കും എന്ന് വിശ്വസിക്കുന്നു. സർവീസ് സെൻറ്റേഴ്സ് അറ്റ്ലീസ്റ്റ് നല്ല രീതിയിൽ സെയിലായി പോകുന്ന വണ്ടി ആയതുകൊണ്ട് ഒരുപാട് പേര് നമുക്ക് കൂട്ടിന് കാണും. നമുക്ക് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ തന്നെ ചോദിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ പുറമേ കാണും. ടാറ്റയ്ക്ക് ടാറ്റ പഞ്ച് ജീവിക്ക് തന്നെ സെപ്പറേറ്റ് ഗ്രൂപ്പ്സ് ഒക്കെ പണ്ടേ ഉണ്ട്. ഇപ്പം അതെന്തായാലും ആ ഗ്രൂപ്പിലൊക്കെ ആൾക്കാരുടെ എണ്ണം കൂടി കാണും. കാരണം ഞാൻ ഡീലറിൻ്റെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്. അയാൾ എന്നും ടാറ്റ പഞ്ച് ജീവി വിറ്റ് പോകുന്നതിൻ്റെ സ്റ്റോറീസ് ഇങ്ങനെ ഇടുന്നുണ്ട്, ഓരോ ഫാമിലീസ് ഒന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ. അപ്പോൾ അത്രയ്ക്ക് നല്ല സെയിൽസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണിത്. സോ യു ഗൈസ് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ. എനിക്കത്രേ പറയാനുള്ളൂ. പിന്നെ ഈ മലയാളത്തിൽ ഞാൻ ഇന്ന് വീഡിയോ ഇട്ടത് ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റ് പോലെയാണ് ഇട്ടത്. കാരണം ഒരുപാട് പേര് മലയാളീസാണ് അതിൽ കമൻ്റ് ഇടുന്നതിൽ കൂടുതലും. പ്ലസ് പിന്നെ എൻ്റെ ആ ചാനലിൽ കുറേ ഇംഗ്ലീഷുകാരും വേറെ നോർത്ത് ഇന്ത്യൻസും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇംഗ്ലീഷിൽ ഇട്ടുകൊണ്ടിരുന്നത് വീഡിയോസ്. ഇതിലിപ്പോൾ അധികം വ്യൂസ് ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും ഇത് ഇംഗ്ലീഷിൽ തന്നെ ഇടും. ഇതിൽ മറ്റേതിനേക്കാളൊക്കെ നല്ല രീതിയിൽ വ്യൂസ് കയറുകയാണെങ്കിൽ ഞാൻ മലയാളത്തിൽ തന്നെ ഇനിയുള്ള വീഡിയോസൊക്കെ കണ്ടിന്യൂ ചെയ്യും. പിന്നെ എൻ്റെ സൗണ്ടിന് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ പോയിന്റ് ഇറ്റ് ഔട്ട്. ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു മലയാളം വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഞാൻ കൂടുതൽ കാർ റിവ്യൂസ് വീഡിയോസൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വേറെയും കാറുകളൊക്കെ റിവ്യൂ ചെയ്ത് ഓട്ടിച്ച്, സാധാരണ ഞാൻ നോർമലി ഫോണാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി യൂസ് ചെയ്ത് ഒക്കെ റിവ്യൂ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പം വലുതായ സ്ഥിതിക്ക് ഇനി കാറും ബൈക്കും കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളും ഒക്കെ ട്രൈ ചെയ്യാനായിട്ടുള്ള സമയമായെന്ന് തോന്നുന്നു. ഇനിയും ഫോണും വെച്ച് കളിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. സോ വി വിൽ സീ ഇൻ അനദർ വീഡിയോ. നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു ഹുണ്ടായി വെന്യൂ പോകുന്നു പുതിയ. അത് നല്ല രീതിയിൽ റോഡ് പ്രസൻസ് ഉള്ള ഒരു കാറാണ്. ഓക്കെ, അത് വെച്ച് നോക്കുമ്പോൾ ടാറ്റയ്ക്ക് ലുക്ക് വൈസ് കുറച്ച് കുറവാണ്. എന്നാലും സർട്ടൺ ആംഗിൾസ് ചെയ്ത് നോക്കുമ്പോൾ ടാറ്റ പഞ്ച് ഇസ് വെരി ഗുഡ് കാർ. അടുത്ത ടാറ്റ പഞ്ച് പോകുന്നു. അത് പക്ഷെ പഴയതാണ് കേട്ടോ. ഓക്കെ, കണക്റ്റഡ് IRLs ഇല്ലാത്ത വണ്ടിയാണ്. കണക്റ്റഡ് LED ബാക്ക് ലൈറ്റ്സ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ